ധനവകുപ്പിന് കാർ വാങ്ങാൻ വീണ്ടും പണം അനുവദിച്ച സർക്കാർ 72.10 ലക്ഷം അധിക ഫണ്ടായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി. വാഹനങ്ങൾ വാങ്ങാൻ നേരത്തെ 77 ലക്ഷം നൽകിയതിനു പുറമെയാണ് വീണ്ടും പണം അനുവദിച്ചത്. വിവരങ്ങൾ നൽകാനായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട്. പ്രജിത്, ധനവകുപ്പിന് വീണ്ടും ഇപ്പോൾ കാർ വാങ്ങുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി സർക്കാർ പണം അനുവദിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ കണ്ണിൽ കാണുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ സർക്കാർ പറയുന്നത് ഖജനാവ് കാലിയാണ്, ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാമാരുടെ സമരം തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അവർക്ക് വേണ്ടിയുള്ള ആവശ്യം അല്ലെ അവരുടെ മിനിമം വേതനം ഓണറേറിയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് പണം നൽകാൻ പോലും സർക്കാരിന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് ചിന്തിക്കാൻ സർക്കാരിന് ഒട്ടും സമയമില്ലാത്ത സാഹചര്യത്തിലാണ് കാർ വാങ്ങി ലോകം ചുറ്റാനായിട്ട് ധനവകുപ്പിന് പ്രത്യേകമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഫണ്ട് അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതും ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ട് തന്നെയെന്നും മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ പ്രജിത്ത്. അഞ്ജന, ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ മറ്റ് വകുപ്പുകൾക്കുമെല്ലാം വാഹനങ്ങൾ വാങ്ങുന്നതിന്, അവരുടെ ഫർണിച്ചറുകൾ വാങ്ങുന്നതിന് തുടങ്ങിയിട്ടുള്ള വലിയ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോവിഡ് കാലത്ത് തുടങ്ങിയ നിയന്ത്രണമാണ്. അതിപ്പോൾ ഈ വരുന്ന നവംബർ മാസം വരെ സർക്കാർ നീട്ടിയിട്ടുമുണ്ട്. ഇതിനിടയിൽ തന്നെ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന കാര്യത്തിലൊക്കെ മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയില്ലാതെ അത്തരം നടപടികളിലേക്ക് പോകാൻ കഴിയില്ല. പല വകുപ്പുകൾക്കും വാഹനങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടെങ്കിലും അതിനൊന്നും ഇതുവരെ അനുമതി നൽകാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെയാണ് വിവിധ സർക്കാർ സംവിധാനങ്ങൾക്ക് അത് പ്രവർത്തനത്തിനുള്ള ഫണ്ട് പോലും സർക്കാർ നൽകാത്ത രീതിയിൽ കാര്യങ്ങൾ നിലനിൽക്കുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സർക്കാർ വീണ്ടും ഒരു വ്യയ നിയന്ത്രണ ഒരു ഉത്തരവ് കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ വകുപ്പുകളുടെ വാഹന ഉപയോഗത്തിനൊക്കെ വലിയ നിയന്ത്രണം ഏർപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ധനവകുപ്പിന് വാഹനം വാങ്ങാൻ മാത്രം ഇഷ്ടത്തിന് പണം അനുവദിക്കുന്ന ഒരു സമീപനത്തിലേക്ക് സർക്കാർ പോയിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 19 നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക അനുമതി ഏതാണ്ട് 77 ലക്ഷം രൂപയാണെന്ന് സർക്കാർ അതിനായി അനുവദിച്ചത്. 77 ലക്ഷം രൂപ കൊണ്ട് വാഹനങ്ങൾ വാങ്ങാനുള്ള ഒരു അനുമതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും 72.10 ലക്ഷം രൂപ വീണ്ടും അനുവദിക്കുന്നത്. അതായത് 2 തവണയായി 70 ലക്ഷത്തിലധികം രൂപ വെച്ച് സർക്കാർ ധനവകുപ്പിന് വാഹനം വാങ്ങാൻ അനുവദിച്ചിരിക്കുന്നു. 8 വാഹനങ്ങൾ വാങ്ങാനാണ് ഇത്തരത്തിൽ പണം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതും ട്രഷറി നിയന്ത്രണത്തിൽ വീണ്ടും ഇളവ് വരുത്തിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ മാർച്ച് 28-നാണ് വീണ്ടും പുതിയ ഉത്തരവ് സർക്കാർ പുറത്തിറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് മറ്റ് വകുപ്പുകൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾക്കൊന്നിനും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. പക്ഷെ ധനവകുപ്പിന് വേണ്ടി പണം അനുവദിക്കുന്നതിൽ സർക്കാരിന് ഒരു പ്രതിസന്ധിയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. നേരത്തെ തന്നെ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾക്കുമൊക്കെ പണം അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സർക്കാർ കേട്ടിരുന്നു. പിന്നീട് കേന്ദ്രം കടമെടുക്കാനുള്ള അനുമതി നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന് അത്തരത്തിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക കാര്യങ്ങളുമായൊക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന രീതിയിൽ വാഹനങ്ങൾ വാങ്ങാൻ, അതും ധനവകുപ്പിന് മാത്രം വാഹനങ്ങൾ വാങ്ങാൻ കൂടുതൽ അനുമതികൾ നൽകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. സർക്കാർ വകുപ്പുകളിൽ ഇപ്പോൾ പോലീസ് അല്ലെങ്കിൽ ഫയർഫോഴ്സ് അതുപോലെ തന്നെ വനം വകുപ്പ് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾക്കൊന്നും കൃത്യമായി ഇത്തരത്തിൽ പലപ്പോഴും ഈ പറയുന്ന രീതിയിൽ ആവശ്യത്തിന് വാഹനങ്ങളില്ലാത്ത, പെട്രോളിംഗ് നടത്താൻ വാഹനങ്ങളില്ലാത്ത പ്രതിസന്ധി നിലനിൽക്കുന്നു. എക്സൈസ് പോലും അത്തരത്തിലുള്ള ഈ പറയുന്ന ലഹരി മരുന്നുകളുടെയൊക്കെ വ്യാപനം അത് കൂടുന്ന സാഹചര്യത്തിൽ പോലും കൃത്യമായ പരിശോധനകൾ നടത്താൻ, പെട്രോളിംഗ് നടത്താൻ വാഹനങ്ങളില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് എക്സൈസിൻ്റെ പോലും ഉദ്യോഗസ്ഥർ, അവരുടെ സംഘടനകൾ പോലും പ്രതിഷേധ രൂപത്തിൽ സർക്കാരിനെ അറിയിച്ചൊരു സാഹചര്യം നിലനിൽക്കുന്നു. അവിടെയും ആ വകുപ്പുകൾക്കൊന്നും ഇത്തരം അനുമതികൾ ഇത്ര എളുപ്പത്തിൽ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അപ്പോഴാണ് ധനവകുപ്പിന് വീണ്ടും 72 ലക്ഷം കൂടി വാഹനം വാങ്ങാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ വലിയ വിമർശനങ്ങൾ സർക്കാരിന് ഈ ധനവകുപ്പിന് വാഹനങ്ങൾ വാങ്ങാൻ യഥേഷ്ടം പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു 72 ലക്ഷം രൂപ കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അഞ്ജന. ശരി.